ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കുറച്ച് ഇൻഫോ പാക്കിൽ വന്നിരിക്കുന്ന കുറച്ച് ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കൊച്ചി ഇൻഫോ പാക്കിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും വന്നിരിക്കുന്ന ഫ്രഷേഴ്സ് വാക്കൻസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വർക്ക് ഫ്രം ഹോം അല്ല, വർക്ക് ഫ്രം ഓഫീസാണ്. പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ സെയിൽസ്, IT ജോബ്സ്, അങ്ങനെ പല ഡിഗ്രി എടുത്തവർക്കുള്ള പറ്റിയിട്ടുള്ള പോസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു BCom, MCom, MBA ഒക്കെ കഴിഞ്ഞവർക്കുള്ള പോസ്റ്റുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും മറ്റുള്ള വിവരങ്ങളൊക്കെ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 5 മണിക്കായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് വരുന്നത് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒഴിവുകൾ ഏതാണെന്നുള്ളത് കണ്ടാലോ. അതിൽ ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനി ഫിനാൻസ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ടാക്സ് റൂള്, ടാക്സ് റിട്ടേൺ, അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ജോബാണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ്. ഇതിന് വേണ്ട സ്കില്ലെന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓഡിറ്റ് അതിനെ കുറിച്ചിട്ട് ചെയ്യാനായിട്ട് അറിയണം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, ഇൻകം ടാക്സ് റിട്ടേൺ, ഇതിനൊക്കെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫ്രഷേഴ്സ് വാക്കൻസി തന്നെയാണ്. 0 to 1 year ആണ് എക്സ്പീരിയൻസ് വെച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ BCom ആണ്. BCom ചെയ്തവർക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഇൻഫോപാർക്ക് ക്യാമ്പസിലല്ല ലൊക്കേഷൻ വന്നിരിക്കുന്നത്, നേവി മുംബൈ ക്യാമ്പസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂം വിത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ഫ്രഷർ ടെസ്റ്റിങ്ങിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതായത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്താണ് ഈ ഒരു വാക്കൻസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 20 ജൂലൈ വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലൂ കളറിൽ വെച്ചിരിക്കുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിഫേർഡ് സ്കിൽസ് എന്ന് പറയുന്നത് ഫ്രഷർ വാക്കൻസി തന്നെയാണ്. 0 to 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാലറി കൊടുത്തിരിക്കുന്നത് 2.5 lakh to 4 lakh ആണ് ആനുവൽ ഇൻകം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്ലോഡ് ചെയ്യേണ്ട മെയിൽ ID അവിടെ അഗെയിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് സബ്ജക്റ്റ് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ റെസ്യൂം ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് സ്റ്റുഡൻറ്റ് കൗൺസിലറുടെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഓവർസീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്ന് പറയുന്നത് ഫുൾ ടൈം ജോബാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ടൈമിങ്സ് എന്ന് പറയുന്നത് Monday to Friday 12:30 PM to 9:30 PM ആണ്. സാറ്റർഡേയും വർക്കിംഗ് തന്നെയാണ്. സെക്കൻഡ് സാറ്റർഡേയ്സ് ആണ് ഹോളിഡേ കൊടുത്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ലാംഗ്വേജസ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമാണ്. അതുപോലെ തന്നെ പിന്നെ ഗുഡ് നോളേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്കിൽസ് കൊടുത്തിട്ടുണ്ട്. സാലറി കൊടുത്തിരിക്കുന്നത് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് 15,500 രൂപ മുതൽ 50,000 രൂപ വരെയാണ് മാസ ശമ്പളം കൊടുത്തിരിക്കുന്നത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട മെയിൽ ID ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം, അപ്ഡേറ്റഡ് റെസ്യൂം വിത്ത് ഫോട്ടോ ഉള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നെക്സ്റ്റ് പോസ്റ്റ് വന്നിട്ട് അസിസ്റ്റന്റ് ഫൈനാൻസ് മാനേജറുടെ പോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആൾക്കാരെയും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെയും പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫൈനാൻസ് മാനേജറുടെ പോസ്റ്റിലോട്ട് BCom, MBA, MCom ഇതൊക്കെ കഴിഞ്ഞവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ റെസ്യൂം. ഇതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് ആൻഡ് കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്രാജുവേഷൻ ഇൻ ഫിനാൻസ് അതല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം. അതല്ലെങ്കിൽ CA, MCom, MBA, ICWA ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എക്സലൻറ്റ് ഫൈനാൻഷ്യൽ സ്കില്ല്, അതുപോലെ തന്നെ സ്ട്രോങ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് കൊച്ചിൻ ഇൻഫോ പാർക്കാണ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന മെയിൽ ID-യിലോട്ട് നിങ്ങളുടെ റെസ്യൂം ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റഡ് റെസ്യൂം ഫോർവേഡ് ചെയ്ത് കൊടുക്കുക വിത്ത് ഫോട്ടോ ഉള്ളത്. സബ്ജക്റ്റ് ലൈനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 4 വേക്കൻസിയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസീസ്. പലതരത്തിലുള്ള ജോലികളാണ്, ഫ്രഷർ വേക്കൻസിയാണ്. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.